ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ അന്തേവാസികൾക്ക് ഓണപ്പുടവ സമ്മാനിച്ചു. അമൃത ബ്ലഡ് ഡൊണേഷൻ കേരളയാണ് ഓണപ്പുടവ നൽകിയത്. ക്ഷേത്ര ഭരണസമിതിയുടെ സഹകരണത്തോടെയായിരുന്നു ഓണപ്പുടവ വിതരണം. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതിയുടെ സഹകരണത്തോടെ അമൃത ബ്ലഡ് ഡൊണേഷൻ കേരളയാണ് ഓച്ചിറ ക്ഷേത്രത്തിലെ അന്തേവാസികൾക്ക് ഓണപ്പുടവ സമ്മാനിച്ചത്. ജയൻ അമൃതയുടെ നേതൃത്വത്തിലായിരുന്നു ഓണപ്പുടവ വിതരണം. കഴിഞ്ഞ 13 വർഷമായി അമൃത ബ്ലഡ് ഡൊണേഷൻ കേരള പൊന്നിൻ മാസത്തിലെ തിരുവോണ നാളിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ അന്തേവാസികളായ അച്ഛനമ്മമാർക്ക് ഓണപ്പുടവയുമായി എത്താറുണ്ട്. ഇപ്രാവശ്യവും വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പോലും ഇവിടെ എത്തി. ഭഗവാന്റെ കടാ 3 വീഡിയോ ഉണ്ട്. ആ 3 വീഡിയോ കൊണ്ട് വടക്കൻ കോഴിക്കോട് തൊട്ട് കോട്ടയം, വടക്കൻ കോഴിക്കോട് നിന്ന് ഇവിടുന്ന് എല്ലാ വസ്ത്രങ്ങൾ എത്തിച്ച് എൻ്റെ വീട്ടിലെത്തിച്ചു തന്നു. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം ഈ ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ ഈ ഒരു കാര്യം, ഇവിടെ കിടക്കുന്ന അനാഥരായ അച്ഛനമ്മമാരുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടു തരുക, വീട്ടിലെത്തിച്ചു തരുവാണ്. 14 വർഷങ്ങളായി ഓണപ്പുടവ അമൃത ബ്ലഡ് ഡൊണേഷൻ കേരളയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ്, പ്രസിഡന്റ് രാജീവ് കടകംപള്ളി, വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വരികയാണ്. ക്ഷേത്രത്തിലെ ജീവനക്കാരും ഇവിടുത്തെ അഗതികളും അതേപോലെ തന്നെ ക്ഷേത്ര ഭരണസമിതിയും ഒക്കെ ആയിട്ടുള്ള ഓണാഘോഷം നടന്നു വരികയാണ്. ഇന്ന് തിരുവോണ നാളിൽ അമൃത ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അമൃത ജയൻ വർഷങ്ങളായി നടത്തിവരുന്ന അമ്മമാർക്ക് ഓണപ്പുടവ വിതരണം ആണ് ഇവിടെ ഇന്ന് നടന്നത്. തിരുവോണം ഒരുമയുടെ ആഘോഷമായി മാറുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഓച്ചിറയിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളും ഓണാഘോഷ പരിപാടികളുമാണ് നടത്തിയത്. ക്ഷേത്രത്തിലെ 100ഓളം വരുന്ന അഗതികളും ക്ഷേത്രത്തിലെ ജീവനക്കാരും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും നേതൃത്വം കൊടുത്ത വലിയ ഓണാഘോഷ പരിപാടി ഈ ക്ഷേത്രത്തിൽ നടന്നു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല ദിനങ്ങൾ എല്ലാവർക്കും നേരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഏവർക്കും പരബ്രഹ്മത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവോണ ദിവസത്തിൽ അമൃത ബ്ലഡ് ഡൊണേഷൻ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ക്ഷേത്രത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും ഓണക്കോടി നൽകി. അതോടൊപ്പം തന്നെ ക്ഷേത്രം രാവിലെ പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പരബ്രഹ്മത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ തിരുവോണ ദിവസം ഓച്ചിറ ഭരണസമിതിയുടെ സഹകരണത്തോടുകൂടി ജയൻ അമൃതയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടുത്തെ അന്തേവാസികളടക്കമുള്ള പൊതുജനങ്ങൾക്ക്, അന്തേവാസികളടക്കമുള്ള ഭക്തജനങ്ങൾക്ക് ഓണക്കോടിയും തിരുവോണത്തിന് അന്നദാനവും നടക്കുന്ന വേളയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ.